ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു, രാജ്യം മുഴുവനും നിറഞ്ഞു നിന്ന ആദ്യ സ്വാതന്ത്ര്യ പോരാട്ടം. ജീവിതങ്ങൾ തുടലൂരിയെറിഞ്ഞു. വൈദേശിക ആധിപത്യത്തിന്റെ തുടലുകൾ ഊരി പട്ടാളക്കാരും സാധാരണക്കാരും സ്വാതന്ത്ര്യ പോരാട്ടത്തിനിറങ്ങി. ചുണ്ടിൽ ഗാഥകൾ, കരങ്ങളിൽ ഈ പൂച്ചെണ്ടുകൾ, പുതിയ പൗരനുണർന്നു. അതായത് മാതൃഭൂമിക്കായി മുദ്രാവാക്യം മുഴക്കി ധീരന്മാരും വീരാങ്കരന്മാരും തോളോടു തോൾ ചേർന്ന് പോരിനിറങ്ങി. അങ്ങനെ ഭാരത പൗരനുണർന്നു. ഇതാണ് ആ വരികൾ അർത്ഥമാക്കിയത്. അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് ദേശഭക്തി ഗാനത്തിൽ ഒരു ട്വിസ്റ്റ് വരുന്നത്. തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ. നിങ്ങൾ നിന്ന സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി. നൂറ്റാണ്ടുകളുടെ ചരിത്രം അത് ഭാരതത്തിൻ്റെതാണ്, ഈ നാടിൻ്റെ സംസ്കൃതിയുടേതാണ്. അല്ലാതെ ഒരു കമ്മ്യൂണിസത്തിൻ്റെയും ചരിത്രമല്ല ആ ഹൃദയങ്ങളിലുള്ളത്. 1857 പോരാട്ട ഭൂമിയിൽ നിന്ന് അണിഞ്ഞ കവചങ്ങളുമായി ഞങ്ങളിതാ മലനാട്ടിലെ മണ്ണിൽ പുതിയ ചെങ്കൊടി നേടിയെത്തി എന്ന വരികൾ അവിടെ വന്നതോടെയാണ് കമ്മ്യൂണിസത്തിന്റെ ഹൈജാക്കിംഗ് പ്രകടമാകുന്നത്. വയലാർ എഴുതിയത് ചെങ്കൊടിയല്ല പൊൻകൊടിയാണെന്നൊരു അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും നമുക്കതിൽ തെളിവുകളില്ല, കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പാളയം രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്തത് എന്നതിനാൽ അവിടെ ചെങ്കൊടി തിരികെക്കയറ്റുമെന്നതിൽ യാതൊരു സംശയവും നമുക്കില്ല. ഈ തിരികെക്കയറ്റലും അവനവൻ്റേതാക്കലുമൊക്കെ കമ്മ്യൂണിസത്തിൽ നാം എപ്പോഴും കാണുന്നത് തന്നെയാണ്. അതിൽ നമുക്ക് അത്ഭുതവുമില്ല. വിശറിക്ക് കാറ്റ് വേണ്ട എന്ന KPSCയുടെ നാടകത്തിൽ ഉപയോഗിക്കപ്പെട്ടതോടെ ബലികുടീരങ്ങൾ ഇടത്തിന്റെ സ്വന്തം വിപ്ലവഗാനമായി. പിന്നീട് പാർട്ടി വേദികളിൽ നിരന്തരം കേൾപ്പിച്ചു. അങ്ങനെ അവസാനം അതൊരു പാർട്ടി ഗാനമായി മാറുകയായിരുന്നു. ഇന്ന് ആ പാട്ട് പാടുന്നവർക്കും കേൾക്കുന്നവർക്കും അതിന് ഇങ്ങനെയൊരു ചരിത്രമുണ്ടെന്ന് അറിയില്ല. ആ ചരിത്രം നമ്മൾ അറിയേണ്ടതാണ്. ആ പാട്ടിനൊപ്പം 1857 പോരാട്ടത്തിന്റെ ഓർമ്മകളാണ് ചേർത്ത് വയ്ക്കേണ്ടത്. അല്ലാതെ ഒരു പാർട്ടിക്കാരൻ്റെയും വാരിക്കുന്തവും കൽമഴവും കൊണ്ടുള്ള പോരാട്ടമല്ല ആ പാട്ടിന്റെ പിന്നിലുള്ള ചരിത്രം. അതുകൊണ്ട് ഇനി ബലികുടീരങ്ങളെ എന്ന പാട്ടു കേൾക്കുമ്പോൾ ഓർമ്മയിൽ വരേണ്ടത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളല്ല. മകൻ ദാമോദരനെ നെഞ്ചോട് ചേർത്ത് ഇരുകൈകളിലും വാളുമേന്തി ബ്രിട്ടീഷുകാരന്റെ തലയെരിഞ്ഞ് പാഞ്ഞു പോകുന്ന ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായിയാണ്. ഒരിക്കൽ ഹിന്ദുസ്ഥാനത്തിന്റെ വീരഖഡ്ഗം ലണ്ടൻ നഗരഹൃദയങ്ങളെപ്പോലും വിറപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച അവസാന മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറിനെയാണ്. ബ്രിട്ടീഷുകാരന്റെ കൊലക്കയർ പുഞ്ചിരിച്ചുകൊണ്ട് കഴുത്തിലിട്ട് മരണത്തെ നേരിട്ട താന്തിയ തോപ്പിയെയാണ്. പോരാട്ട ഭൂമിയിൽ തീക്കനലായി ജ്വലിച്ച് സ്വാതന്ത്ര്യ സമര സൈനികർക്ക് ആവേശം പകർന്ന നാനാ സാഹിബിനെയാണ്. ഭാരതഭൂമിയുടെ സ്വാതന്ത്ര്യമാണ് ജീവിതം, അടിമത്തമോ മരണമെന്ന് പ്രഖ്യാപിച്ച് പോരാടിയ അസംഖ്യം ധീരന്മാരെയാണ്. ആ ചരിത്രമാണ് ബലികുടീരങ്ങളിലൂടെ വയലാർ മുന്നോട്ട് വച്ചത്. അത് കമ്മ്യൂണിസത്തിന്റെ പാട്ടല്ല, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പ്രകീർത്തിക്കുന്ന ഗീതമാണ്. അതിൽ ചേരാത്ത വാക്ക് ഒഴിവാക്കുക, ഗീതത്തെ അതിന്റെ ചരിത്രമറിഞ്ഞ് ആഘോഷിക്കുക. വന്ദേ മാതരം.